പരിശുദ്ധ ഖുർആൻ കോടതി ബാൻ ചെയ്തു എന്ന് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ. യേശുക്രിസ്തു എന്നെ ഡിബേറ്റിൽ സഹായിച്ച നിമിഷം. നമ്മൾ നല്ല ഉദ്ദേശത്തോടെ സംവാദങ്ങളിൽ ഏർപ്പെടുമ്പോൾ, കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ദൈവീകമായ സഹായം യേശുക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചത് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ്റെ ഡിബേറ്റിലാണ്. പരിശുദ്ധ ഖുർആൻ ഇന്ത്യൻ കോടതികൾ ബാൻ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചെയ്തു. വീഡിയോയിൽ എല്ലാവർക്കും നന്ദി. ശ്രീ അബ്ദുള്ള ബാസിലിൻ്റെ വീഡിയോ കണ്ടിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അൻസാരി സുഹ്രിയുടെ വീഡിയോ കണ്ടിരുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ വിചാരിച്ചത് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമല്ലോ എന്ന്. പലപ്പോഴും യാത്രക്കിടയിലാണ്ട് സമയം കിട്ടിയില്ല. അപ്പോൾ കോടതി ഖുർആൻ ബാൻ ചെയ്തു എന്ന് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ പറയുന്ന ആ നിമിഷവും അതിൻ്റെ പ്രതികരണവും ഒന്ന് നോക്കാം. വളരെ കൗതുകമുള്ളൊരു ഡിബേറ്റ് ആയിരുന്നു. ഇത് അനിൽകുമാർ അയ്യപ്പൻജിയുടെയും പ്രശ്നമല്ല, നമ്മുടെ വാട്സപ്പുകളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന പച്ച കള്ളങ്ങളും വ്യാജ പ്രചരണങ്ങളുമാണ്. അതിലാരും വീണു പോകരുത്, അതാണ് അതിലെ പോയിന്റ്. നമുക്കെല്ലാം അതേപോലെ, എനിക്കും നിങ്ങൾക്കും ഒക്കെ അതേപോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നബത്തം പറ്റാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അത് പാടില്ല എന്ന് ഓർപ്പിക്കാനാണ് ഈ വീഡിയോ. നമുക്കൊന്ന് കാണാം. 157 ആയത്തുകൾ ഖുർആനകത്തുണ്ട്. ഇത് നമ്മുടെ ഇന്ത്യയിലെ ഒരു കോടതി തന്നെ നിരോധിച്ചിട്ടുണ്ട്. 27 ആയത്തുകൾ പറഞ്ഞ് ഇത് പാടില്ല, എടുത്തു മാറ്റണം എന്ന് പറഞ്ഞു. ഖുർആൻ്റെ അകത്ത് എടുത്തു മാറ്റിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. പക്ഷെ കോടതി പറഞ്ഞതാണ്, മനസ്സിലായി. ഇതൊരു യുദ്ധപുസ്തകമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു, യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന പുസ്തകം. അപ്പോൾ അനിൽകുമാർ അയ്യപ്പൻജി പറയുകയാണ് അങ്ങനെ കോടതികൾ ഇതിനെ ബാൻ ചെയ്തു. ഞാനപ്പോൾ എൻ്റെ പ്രതികരണം കൂടെ അതിൽ കേൾക്കാം. ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിൽ വിശ്വസിക്കുന്നവരാണ്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് സംവാദങ്ങളെന്നാണ്. പക്ഷേ ഈ സംവാദത്തിൽ ഞാനൊരു ഓഫർ മുമ്പോട്ട് വെക്കുകയാണ്. ഞാൻ ഈ സംവാദത്തിൽ തോറ്റു എന്ന് പരസ്യമായി സംവദിക്കാനും അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാനും തയ്യാറാണ്. ഒരൊറ്റ ചോദ്യത്തിന് അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയിൽ ഒരു കോടതി ഖുർആൻ ബാൻ ചെയ്തു, ഖുർആന്റെ വേഴ്സ് ബാൻ ചെയ്തു. നിങ്ങൾ കേട്ട് കാണും. അത് ഏത് കോടതിയാണെന്നൊന്ന് പറയാം. യേശുക്രിസ്തു പറയിച്ചതാണ്, ദൈവീകമായൊരു ചൈതന്യം എന്നെ കൊണ്ട് പറയിച്ചതാണ്. ഞാനപ്പോൾ ഒരു നിമിഷം ഞാൻ പെട്ടെന്നൊന്ന് പ്രിലിമിനറി എൻ്റെ മനസ്സിലറിയാം അങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ല എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കി. പിന്നീട് ഒരു കോൺഫിഡൻസിലൊക്കെ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഡിബേറ്റ് തൂക്കിയ സമയമാണ്. ഞാൻ ആ സമയം ത്യജിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ത്യയിൽ ഏത് കോടതിയാണ് ഖുർആൻ ബാൻ ചെയ്യുന്നത്? നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ അല്ലേ? സമയം പോവാണ്, ലൈവാണ്. വസ്തുത അങ്ങനെയല്ല. രസകരമായ നിമിഷങ്ങളായിരുന്നു. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ തന്നെ പറയുന്നത് പോലെ ഇസ്ലാമോഫോബിയ ശരിയാണെന്ന് വാദിക്കുന്ന വ്യക്തിയാണ്. ഇസ്ലാമോഫോബിയ എന്നൊരു കാര്യമില്ല, ഇസ്ലാമിനെ പേടിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നൊരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു വഴി കാണിച്ചത്. സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മാർഗം കൂടാമെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാമെന്നും ഉള്ളതാണ് എൻ്റെ ഓഫർ. അല്ല, ഈ ചോദ്യങ്ങളെല്ലാം എനിക്കുണ്ട്. എന്റെ സമയം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. കിട്ടിയല്ലോ പറയട്ടെ. 1986 ഡൽഹി കോടതി കേസാണ്. ഓക്കെ, ഞാനൊന്ന് പേടിച്ചോട്ടെ, ഒറിജിനലി അങ്ങനെ ഉണ്ടോ? 1986 ഇത് പറയാനുള്ള എൻ്റെ ധൈര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഭഗവാനെ, അങ്ങനെ കേസ് ഉണ്ടെങ്കിലോ പുള്ളി ഇത് പറഞ്ഞു കേട്ടോ, ഞാൻ ഒരു നിമിഷത്തേക്കൊന്ന് ഞെട്ടി. ഇത് 80കളുടെ മധ്യത്തിൽ നടന്നൊരു സംഭവത്തിന് ഇതായിട്ടാണ് ഹൈക്കോടതി ഇതല്ല, സോറി, എനിക്ക് കിട്ടിയ റിസൾട്ട് തെറ്റിപ്പോയി. ഇത് കൽക്കട്ട ഹൈക്കോടതിയിൽ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടൊരു ഇത് കൊടുത്തിരുന്നു. അത് കോടതി തള്ളുകയുണ്ടായി. അതല്ല, വേറൊരു ഇതുണ്ട്. പക്ഷെ അത് അല്ല, ഇപ്പോഴില്ല, 2021 അതൊന്നുമല്ല. ഇതൊക്കെ അതിന് മുമ്പത്തെയാണെന്നേ സംഗതി. ഇതിപ്പോൾ എവിടെ റിസൾട്ട് ഇതാകുന്ന
ഡിബേറ്റുകളുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു നിമിഷം വളരെ റെയർ ആയിരിക്കും. നോക്കി എടുത്തോളുക, ഞാൻ ഉത്തരം പറയാം. ഇനി എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാൽ 2021 വസീം റിസ്വി എന്ന് പറയുന്ന, എനിക്ക് പേഴ്സണലി അറിയാവുന്ന, ഞങ്ങളോടൊക്കെ ചർച്ചയ്ക്ക് ഇരിക്കാറുള്ള ഒരു വ്യക്തി, ഒരു PA മുസ്ലിം പേരിലായ മുസ്ലിം വിരോധിയാണ്. 26 വേഴ്സസ് ഖുറാനിന്ന് റിമൂവ് ചെയ്യണമെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്താണെന്ന് അറിയാമോ? അയാൾക്ക് 50,000 രൂപ ഫൈൻ അടിച്ചു. നമ്മുടെ കോടതികൾ അങ്ങനെയാണ്. എന്നിട്ട് അനിൽകുമാർ അയ്യപ്പൻജി അവസാനം വന്ന് 1986 കോടതിയുടെ കേസ് തന്നെ വീണ്ടും പറഞ്ഞിട്ട് ബാൻ ചെയ്തില്ല. പകരം, അതായത് ആ കേസെന്ന് പറഞ്ഞാൽ ഖുറാനിലെ കുറേ വേഴ്സസ് ചില ആൾക്കാർ എടുത്തു വെച്ച് അതിനെക്കുറിച്ച് പോസ്റ്റർ ഒട്ടിച്ചു. അപ്പോൾ അവരെ ശിക്ഷിക്കാതെ വെറുതെ വിട്ടു. ഇതാണ് ആ കേസ്. ഈ കേസിനെ ബേസ് ചെയ്താണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചെയ്യുന്നത് ഓവർ സ്റ്റേറ്റിംഗ് ആണ്. ഓവർ സ്റ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ വസ്തുത വലിച്ചു നീട്ടി വളച്ചൊടിച്ച് അതിശയോക്തിവൽക്കരിച്ച് പ്രസൻറ്റ് ചെയ്യുക. അതിനാണ് ഈ ഓവർ സ്റ്റേറ്റിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെയും കുറ്റമായിരിക്കില്ല. അദ്ദേഹം തന്നെ ഇതിൽ പറയുന്ന രസകരമായൊരു പോർഷനുണ്ട്. അത് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പല കാര്യങ്ങളും വരുമെന്ന്. യഥാർത്ഥത്തിലെ പ്രശ്നം കൂടെ നമുക്ക് കാണാം. പക്ഷെ അതല്ലാത്തടത്ത് ഇവർക്ക് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾ ഇതെല്ലാം തന്നെ ഫോളോ ചെയ്യുന്നവരായതുകൊണ്ട് കൃത്യമായിട്ട് ഇത്തരം വിവരങ്ങൾ കിട്ടും. അത് വാട്സാപ്പിലായാലും അല്ലെങ്കിൽ മറ്റിടങ്ങളിലായാലും അവിടെയൊക്കെയുള്ള ആൾക്കാർ എടുക്കുന്ന വാട്സാപ്പിൽ അവരെടുക്കുന്നത് അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് അപ്പം തന്നെ ഇസ്ലാമോഫോബിയ എന്നൊക്കെ പറഞ്ഞ് അത് ബാൻ ചെയ്ത് കളയും. നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് അതിലെ പ്രശ്നം. അനിൽകുമാർ അയ്യപ്പൻജി യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുന്നതാണ്. ഈ വാട്സപ്പിൽ ഇസ്ലാമോഫോബിയ ഉള്ള ആൾക്കാർ അനിൽകുമാർ അയ്യപ്പൻജിയെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാനും ഇതൊരു പ്രൊപ്പഗാൻഡയായി ചെയ്യാനും ഇത് പണിയായിട്ടെടുത്തതും ജീവിതവ്രതമായിട്ടെടുത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഇതേപോലെ ഇസ്ലാമോഫോബിയ ഉള്ള ആൾക്കാരുണ്ട്, ഹിന്ദു ഫോബിയ ഉള്ള ആൾക്കാരുണ്ട്, ക്രിസ്ത്യൻ ഫോബിയ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ മതങ്ങളെ തമ്മിൽ തല്ലിക്കാനും വിശ്വാസ സമൂഹങ്ങളെ തമ്മിൽ തല്ലിക്കാനും അങ്ങനെ ഒരുപാട് പേർ ചെയ്യുന്നുണ്ട്. ശ്രീ അനിൽകുമാർ അയ്യപ്പൻജി അദ്ദേഹം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞാനും ക്രിസ്തു മാർഗിയാണ്, ക്രിസ്ത്യാനിയല്ല, എന്നാൽ ക്രിസ്തു മാർഗിയാണ്, ഗാന്ധിജിയുടെ മാർഗിയാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ മാർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല ക്രിസ്ത്യാനി, ക്രിസ്തു മാർഗി യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി ആയിരുന്നു എന്ന് മാർട്ടിൻ ലൂതർ കിങ് ആലങ്കാരികമായി പറയുന്നു. അപ്പോൾ ആ ക്രിസ്തു മാർഗത്തിൽ നമുക്ക് പോകാം, ഇസ്ലാമോഫോബിയ ഉപേക്ഷിക്കാം. നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. നിൻ്റെ അയൽക്കാരൻ മുസ്ലിം ആണെങ്കിൽ സ്നേഹിക്കേണ്ട എന്നല്ല. ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ബൗദ്ധ, വിശ്വാസി, അവിശ്വാസി, സർവമത വിശ്വാസി എല്ലാവരുടെയും സാഹോദര്യവും ഐക്യവും ആശയങ്ങളിൽ വ്യത്യാസം കാണാം. പക്ഷേ സാഹോദര്യം കണ്ടെത്താനാകട്ടെ. അതിന് അനിൽകുമാർ അയ്യപ്പൻജിക്കും എനിക്കും ഒക്കെ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ്.